ഞങ്ങളോട് ചേർന്ന അമ്മയായിരുന്നു. ആ അമ്മയെ മനസ്സിൽ കണ്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യത്തിലെ അമ്മമാരുടെ ജീവിതം ഇനി പുകക്കളിൽ ഊതി കളയാനുള്ളതല്ല. ഈ അമ്മമാരെ ഈ രാജ്യത്തിന്റെ സമ്പൽ സമൃദ്ധിയിലേക്ക് അമ്മമാരുടെ സേവനം വേണം. അടുക്കളയിൽ തളച്ചിടേണ്ട അമ്മമാർ. അതിന് അദ്ദേഹം പ്രഖ്യാപിച്ച ഒരു പദ്ധതി, ഈ രാജ്യത്തിലെ 15 കോടി ജനങ്ങൾക്ക് സൗജന്യമായിട്ട് ഗ്യാസ് നൽകിക്കൊണ്ട് സ്ത്രീകളെ ഈ പുക ഊതിക്കൊണ്ട് ജീവിതം ഹോമിക്കുന്നതിൽ നിന്ന് മാറ്റിയ പ്രധാനമന്ത്രിയുടെ പേരാണ് നരേന്ദ്രമോദി. അത് മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് അദ്ദേഹം മനസ്സിലാക്കി, നമുക്കറിയാലോ ഈ രാജ്യത്ത് ഉത്തരേന്ത്യയിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവിടെ ശിശുഹത്യയുണ്ട്. നമ്മുടെ ഒരു സാഹചര്യമൊന്നുമല്ല. ഇപ്പൊ ജാർഖണ്ഡിലും ഹരിയാനയിലും ഉത്തരാഖണ്ഡിലും ഒക്കെ പോയി കഴിഞ്ഞാൽ പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് നെന്മണി കൊടുത്ത് ശിശുഹത്യ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ രാജ്യത്ത്. അതിനെതിരെ യാതൊരു വിധത്തിലുള്ള ഇവിടെ മാറി മാറി ഭരിച്ച ആളുകളൊന്നും തന്നെ അതിനെതിരെ കൃത്യമായി പ്രതികരിച്ചിരുന്നില്ല. അത് ആ സംസ്ഥാനത്തിന്റെ ഒരു സംസ്കാരമായി മാറിയിരുന്നു. പക്ഷെ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയപ്പോൾ ഈ ദുസ്ഥിതി എന്റെ രാജ്യത്ത് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മമാരോട് പറഞ്ഞു, അമ്മമാരെ, ഈ രാജ്യത്തിലെ പെൺകുട്ടികൾ നമ്മുടെ സ്വത്താണ്. ആ പെൺകുട്ടികളെ നമ്മുടെ രാജ്യത്തിന്റെ സ്വത്താണ്. ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, നിങ്ങൾ പെൺകുട്ടി നിങ്ങൾക്ക് ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അഭിമാനിക്കുന്ന അമ്മയും അച്ഛനുമാകണം. കാരണം നിങ്ങളുടെ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസത്തിന്റെയും വിവാഹത്തിന്റെയും ചെലവ് ഞാൻ ഇന്ത്യ സർക്കാർ ഏറ്റെടുക്കും. അങ്ങനെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹം ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. ആ പദ്ധതിയുടെ പേരാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. കേട്ടിട്ടുണ്ട്? ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ നടപ്പിലാക്കിയതിനു ശേഷം നമ്മൾ മനസ്സിലാക്കണം, ഈ രാജ്യത്ത് 18.8 കോടി പെൺകുട്ടികളാണ് ഇന്ന് സ്കൂളുകളിൽ സൗജന്യമായി ബിരുദവും ബിരുദാനന്തരവും നടത്തിയിട്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ കരുതലിൽ ഈ രാജ്യത്ത് പഠിക്കുന്നത്. അപ്പൊ സാഹചര്യങ്ങൾ മാറ്റിയാണ്. കാരണം എന്താണ്? സ്ത്രീ സമൂഹത്തെ ഉയർത്തിക്കഴിഞ്ഞാൽ ഈ രാജ്യം ഭാരതം അങ്ങനെയാണ് അല്ലെ. നമ്മൾ ഭാരതാംബ എന്നാണ് പറയാ. ഭാരതത്തിന്റെ സങ്കല്പം എന്ന് പറയുന്നത് ശക്തി സ്വരൂപിണിയാണ്, ഐശ്വര്യ സ്വരൂപിണിയാണ്, ഭാഗ്യദായിനിയാണ്. അങ്ങനെയുള്ള സ്ത്രീ സമൂഹത്തെ ഈ രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിയാൽ മാത്രമേ ഈ രാജ്യം പുരോഗതിയിലേക്ക് മാറും എന്ന് ചിന്തിച്ച പ്രധാനമന്ത്രി. അത് കഴിഞ്ഞപ്പോ അമ്മമാർക്ക് ഒരു ആശങ്കയുണ്ട്. മക്കളെ പെൺകുട്ടികളല്ലേ, പെൺകുട്ടികളെ ഇങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ കല്യാണം ആവുന്ന സമയത്ത് പ്രശ്നമല്ലേ. അപ്പൊ മോഡിയോട് പറഞ്ഞു, അല്ലയോ മോഡി, ഞങ്ങൾ മക്കളൊക്കെ പഠിപ്പിക്കാം, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ മക്കളുടെ വിവാഹ പ്രായം എത്തുന്ന സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ മോഡി പറഞ്ഞു, അമ്മമാരോട് പറഞ്ഞു, അമ്മമാരെ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ വരുമാനത്തിന്റെ ചെറിയ വിഹിതം 500 ആയിക്കോട്ടെ, 1000 ആയിക്കോട്ടെ, 2000 ആയിക്കോട്ടെ, 3000 ആയിക്കോട്ടെ, നിങ്ങൾ അത് ഒരു അക്കൗണ്ടിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ 18 വർഷം കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് 21 വയസ്സാവുന്ന സമയത്ത് 27 ലക്ഷം രൂപ വരെ കിട്ടുന്ന പദ്ധതി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. ആ പദ്ധതിയുടെ പേരാണ് സുകന്യ സമൃദ്ധി യോജന. അപ്പൊ അമ്മമാരുടെ 2 പ്രശ്നം കഴിഞ്ഞു: മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ വിവാഹം. അതോടൊപ്പം തന്നെ നമ്മുടെ ഉത്തരേന്ത്യയിലൊക്കെ അമ്മമാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, ഒരു ഏപ്രിൽ മെയ് മാസ കാലഘട്ടമായി കഴിഞ്ഞാൽ വെള്ളത്തിന് വേണ്ടി കിലോമീറ്ററോളം കുടമെടുത്തു പോകുന്ന ഉത്തരേന്ത്യയിലെ സ്ത്രീ സമൂഹത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. നരേന്ദ്രമോദി പറഞ്ഞു, ഈ രാജ്യത്തിലെ അവസാനത്തെ വീട്ടിലും 10 വർഷം കൊണ്ട് ഞാൻ വെള്ളമെത്തിക്കും. അതിനുവേണ്ടി അദ്ദേഹം ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. ഏതാ പദ്ധതി അറിയോ? ഏതാണ്? സ്വച്ഛൽ അല്ലെ, സ്വച്ഛൽ പദ്ധതി. ആ ഭാഗമായിക്കൊണ്ട് ഈ രാജ്യത്തിലെ 25 കോടി ജനങ്ങൾക്കാണ് സ്വച്ഛൽ നിധിയുടെ ഭാഗമായിക്കൊണ്ടുള്ള കുടിവെള്ളം വീടുകളിൽ എത്തുന്നത്. അപ്പൊ വീട് നൽകുന്നു, വെള്ളം നൽകുന്നു, ഗ്യാസ് നൽകുന്നു. അങ്ങനെയാണ് അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ക്ഷേമമാണ്. കാരണം അദ്ദേഹം ഒരു പാവപ്പെട്ട ആളാണ്, പിന്നോക്ക വിഭാഗത്തിൽ ജനിച്ച ആളാണ്. അച്ഛനെ സഹായിക്കാൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി വഡോദര റെയിൽവേ സ്റ്റേഷനിൽ ചായ കച്ചവടം നടത്തുന്ന സമയത്ത്, കാരണം അങ്ങനെ പിന്നോക്കക്കാരനാണ്, അയാൾക്ക് പാവപ്പെട്ടവന്റെ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ചിന്തിക്കുന്നത് ഈ രാജ്യത്തിലെ അടിസ്ഥാന ജനവിഭാഗത്തെ കുറിച്ച് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, എന്റെ രാജ്യത്ത് 10 വർഷം കഴിഞ്ഞാൽ വീടില്ലാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. അദ്ദേഹം പദ്ധതി പ്രഖ്യാപിച്ചു. ആ പദ്ധതിയുടെ പേരാണ് ആവാസ് യോജന. ആവാസ് യോജനയുടെ ഗുണഭോക്താക്കളായിട്ട് 20 കോടി ജനങ്ങളാണ് നരേന്ദ്രമോദിയുടെ കരുതലിൽ സ്വസ്ഥമായി വാടക വീട്ടിൽ നിന്ന് സ്വന്തമായി വീട്ടിൽ കിടന്നുറങ്ങുന്നത്. അപ്പൊ വീടായി. നമ്മൾ മനസ്സിലാക്കണം, ഓരോ ജനവിഭാഗത്തിന്റെയും ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പദ്ധതി എന്ന് പറയുന്നത് ഈ രാജ്യത്തിലെ 1 കോടി അമ്മമാരെ ലക്ഷാധിപതിമാരാക്കുക എന്നുള്ളതാണ്. ആ പദ്ധതി പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ നോക്കിയാൽ മതി, ഒരു കാലത്ത് 5 വർഷങ്ങൾക്ക് അപ്പുറത്ത് തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം എന്ന് പറയുന്നത് 153 രൂപയായിരുന്നു. ഇന്ന് തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം എന്ന് പറയുന്നത് 342 രൂപയാണ്. അതായത് ഒരു അമ്മയ്ക്ക് 100 ദിവസം തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയി കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ ആ വീട്ടിലേക്ക് വരുമാനമുണ്ട്. ആ വീട്ടിനകത്ത് 2 പേർ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ ആ വീട്ടിന് വരുമാനമുണ്ട്.
അങ്ങനെ രാജ്യത്തിന്റെ സമസ്ത മേഖലയെയും വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി.